ബ്രസീൽ ആരാധകര് കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു. നെയ്മർ ജൂനിയർ നാളെ ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ജിമ്മിലായിരുന്നു ട്രെയിനിങ്. ഇതാ ഇനി ഫുൾ ടീമിന്റെ ഒപ്പം ഗ്രൗണ്ടിൽ ഇറങ്ങി ബോളുമായുള്ള ട്രെയിനിങ് ആരംഭിക്കാൻ പോകുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റാരുമല്ല, ഒഫീഷ്യൽ സോഴ്സ് തന്നെയാണ്. നമുക്ക് ഏറ്റവും സുതാര്യമായ ഒരു സോഴ്സാണ്. നമുക്കറിയാം, ഗ്ലോബോയിലെ ജേർണലിസ്റ്റായ ഡിയാഗോ ഡാൻഡസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്ലോബോ നമുക്കറിയാം ബ്രസീലിയൻ മാധ്യമമാണ്. കൃത്യമായ ഫുട്ബോൾ ന്യൂസുകൾ കറക്റ്റ് സമയത്ത് നമ്മുടെ എന്താ പറയാ ഫുട്ബോൾ ഫാൻസിന്റെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമാണ് ഗ്ലോബോ. അപ്പൊ അവര് പറയുന്നത് അങ്ങനെ, അവർ ഒഫീഷ്യലി ഒരു ന്യൂസ് കിട്ടാണ്ട് അങ്ങനെ ചുമ്മാ പറയാറില്ല. അത് മാത്രമല്ല, അവരുടെ ഏറ്റവും സീനിയർ എഡിറ്ററാണ്, അവരുടെ എന്താ പറയാ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഡിയാഗോ ഡാൻഡസ്. താരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് കൺഫേം ചെയ്യാം, നെയ്മർ നാളെ മുതൽ ട്രെയിനിങ്ങിന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹെയ്ദിക്കെതിരായ മത്സരത്തിൽ താരം കളിക്കുമെന്നുമാണ് ഇപ്പോ ഡിയാഗോ ഡാൻഡസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിവേ നാളെ നമ്മുടെ ഇന്ത്യ സമയം നാളെ ഉച്ചയ്ക്കാകുമ്പോഴാണ് നാളെ ശരിക്കും അവിടെ ബ്രസീൽ അമേരിക്കയിൽ രാവിലെ ആയിരിക്കുള്ളൂ. നാളെ വൈകുന്നേരമാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ നമുക്കറിയാം നെയ്മർ ട്രെയിനിങ്ങിന് ഇറങ്ങൂലേ എന്ന്. ട്രെയിനിങ് സെഷന് വെയിറ്റ് ആൻഡ് സി. ഗ്ലോബ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഒരു ശുഭസൂചനയാണ്. കാരണം മൊറോക്കോയായിട്ട് 1-1 സമനില പിടിച്ചിരിക്കുന്ന ബ്രസീലിന് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നെയ്മറെ പോലെ ഒരു താരത്തിന്റെ അഭാവം നല്ല രീതിയിൽ ഫസ്റ്റ് കളിയിൽ ബാധിച്ചിട്ടുണ്ട്. ഹെയ്തിക്കെതിരെ അടുത്ത മത്സരത്തിന് നെയ്മർ വരുന്നതുകൂടി ആ ഒരു നമ്പർ 10 പൊസിഷനിലേക്ക് താരെത്തുമ്പോൾ ആ കുറവുകളെല്ലാം ബ്രസീലിന് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ജൂനിയർ ഇസ് ബാക്ക്. ഫാൻസ് എല്ലാവരും കാത്തിരുന്നത് വേൾഡ് കപ്പില് കേരളത്തിലെ ഒട്ടനേകം ഫാൻസ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. നെയ്മറെ കട്ടൗട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചവർക്ക് വേണ്ടി. ഇതാ സുൽത്താൻ ഇസ് ബാക്ക്. സുൽത്താൻ ട്രെയിനിങ് ആരംഭിക്കുന്നു നാളെ. ഇത് ഗ്ലോബാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ആദ്യമായി നമ്മുടെ ചാനലിൽ എത്തിക്കുന്നു.